ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വിനീതിൻ്റെയും ഗംഗയുടെയും വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ കാവേരിയുടെ ഫോണിലോട്ട് നിവിൻ്റെ കോൾ വന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ കാവേരി വിചാരിക്കുന്ന എന്താ, മദ്യപിച്ചതിനെക്കുറിച്ച് മാപ്പ് പറയാനൊക്കെ ആയിരിക്കും വിളിക്കുന്നതെന്ന് വിചാരിച്ച് കാവേരി ഫോൺ എടുക്കാൻ തീരെ കൂട്ടാക്കുന്നില്ല. പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം കാവേരിക്ക് എന്നാൽ ശരി ഫോൺ എടുത്തേക്കാം എന്നുള്ള രീതിയിൽ കാവേരി ഫോൺ എടുത്ത പാടെ കാവേരി ചോദിക്കുന്നത്, അല്ല ഏത് കള്ള് ഷാപ്പിൽ നിന്നാണ് വിളിക്കുന്നത് എന്നാണ്. അത് കേട്ടപ്പോൾ നിവിന് ആകെ ദേഷ്യം വന്നു. നിവിൻ പറഞ്ഞു, എനിക്ക് കാവേരിയെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ ഞാൻ ഇന്നൊരു കാര്യം പറഞ്ഞു, അത് പറയാൻ വേണ്ടിയാണ് വിളിച്ചത് എന്ന് പറഞ്ഞ് നിവിൻ ഫോൺ കട്ടാക്കും. അപ്പോൾ കാവേരിക്ക് ഒരു പന്തികേട് തോന്നും. എന്താ ഇപ്പം നിവിനെ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ കാവേരി നിവിനെ തിരിച്ചു വിളിക്കും. അപ്പോൾ നിവിൻ പറയുകയാണ്, കാവേരി ഇന്നൊരു കാര്യമുണ്ടായി. അതായത് ജയപാലൻ അങ്കിൾ എനിക്കൊരു സ്ഥലം കാണിച്ചു തന്നു. ആ സ്ഥലം കാവേരിയുടെ അച്ഛൻ്റെ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. കാവേരി ആ സ്ഥലം കണ്ടിട്ടുള്ളതിൽ നമുക്ക് നാളെ പറ്റുമെങ്കിൽ അവിടെ ഒന്ന് പോകാമെന്ന് പറയും. അപ്പോൾ കാവേരി പറയും, ശരി നമുക്ക് നാളെ പോകാം പറയും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ വിനീത് വരുന്നത്. വിനീതിൻ്റെ കയ്യിലാണെങ്കിൽ ഗംഗയ്ക്ക് വേണ്ടി വാങ്ങിയ മുല്ലപ്പൂവുണ്ട്, ഹലുവയുണ്ട്. പക്ഷേ ഇതാരും കാണാതെ എങ്ങനെയെങ്കിലും മുറിയിലെത്തിക്കണം. അപ്പോൾ ഗംഗ കാവേരി ചോദിക്കുന്നുണ്ട്, എന്താ വിനീതേട്ട ഒരു മുല്ലപ്പൂവിൻ്റെ മണം? അതിപ്പോൾ യക്ഷി പോകുന്നുണ്ടാവും, യക്ഷി മുല്ലപ്പൂവും വെച്ചിട്ടുണ്ടാവുക, അതുകൊണ്ടായിരിക്കും ആ മുല്ലപ്പൂവിൻ്റെ മണം. കാവേരി ചോദിക്കും, യക്ഷി പാലപ്പൂവല്ലേ വെക്കാറ്, മുല്ലപ്പൂവാണോ? അപ്പോൾ വിനീത് പറയാണ്, യക്ഷിക്കും ഒരു ചേഞ്ച് വേണ്ടേ, മുല്ലപ്പൂ വയ്ക്കാൻ യക്ഷിക്ക് ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അങ്ങനെ മുല്ലപ്പൂ വെച്ച് പോയതാവും എന്നൊക്കെ പറഞ്ഞ് വിനീത് ഒരുവിധം തടി തപ്പി റൂമിലോട്ട് ചെല്ലുമ്പോൾ അവിടെ ഗംഗയെ കാണില്ല. അപ്പോൾ നോക്കിയപ്പോൾ ഗംഗ അനിയത്തിമാരുടെ കൂടെ, യമുനയുടെയും നീളയുടെയും കൂടെ കിടന്ന് ഉറങ്ങുന്നതായിരിക്കും കാണാം. അപ്പോൾ പിന്നെ വിനീതൊന്നും ചെയ്യുന്നതിൽ വിനീത് പോയി കിടന്നുറങ്ങും. അപ്പോൾ ഈ മുല്ലപ്പൂവും ഹലുവയൊക്കെ ബെഡിൽ വെച്ചിട്ട് അവൻ കിടന്നുറങ്ങാണ്. ഈ കിടന്നുറങ്ങുന്ന സമയത്ത് ഗംഗയെ സ്വപ്നം കാണുന്നുണ്ട്, ഗംഗ വരുന്നതും ഗംഗയ്ക്ക് മുല്ലപ്പൂ കൊടുക്കുന്നതും അതുപോലെ ഹലുവ ഗംഗയുടെ വായിൽ വെച്ച് കൊടുക്കുന്നതൊക്കെ വിനീത് സ്വപ്നം കാണുന്നുണ്ട്. ഈ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാധമ്മ അങ്ങോട്ട് വരിക. അപ്പോൾ ഈ രാധമ്മ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ വിനീത് പൂർണ്ണമായും ഈ സ്വപ്നത്തിലാണ്. അപ്പോൾ വിനീത് പറയുകയാണ്, രാധമ്മയും വിനീതും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് വിനീത് സ്വപ്നത്തിൽ ഗംഗയോടൊന്ന് സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ രാധമ്മയാണ് യഥാർത്ഥത്തിൽ അവനോട് മറുപടി പറയുന്നത്. അപ്പോൾ വിനീത് പറയും, എനിക്കൊരു ഉമ്മ തരുമോ? അപ്പോൾ വിനീതിനോട് രാധമ്മ പറയും, അതിനെന്താ, എൻ്റെ പോനിന് എത്ര ഉമ്മ വേണമെങ്കിലും തരാമല്ലോ എന്ന് പറഞ്ഞ് രാധമ്മ വിനീതിന് ഉമ്മ വയ്ക്കും. ആ ഉമ്മ കിട്ടിയതോട് കൂടിയിട്ടാണ് വിനീത് പെട്ടെന്ന് ഞെട്ടി നീക്കുക. അപ്പോഴാണ് മനസ്സിലാവുക രാധമ്മയാണ് ഉമ്മ വച്ചതെന്ന്. അങ്ങനെ ഗംഗയും തൊട്ട് പിന്നിൽ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ വിനീത് അവിടെ നിന്ന് വേഗം ഇറങ്ങി ഓടും. അപ്പോൾ ഗംഗയോട് രാധമ്മ പറയും, നിനക്ക് ഈ കുളിക്കാൻ പോകുമ്പോൾ ഈ മുല്ലപ്പൂവും ഒക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് പൊക്കൂടെ, വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ, കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞ് തമാശയിൽ രാധമ്മ അത് പറഞ്ഞ് രാധമ്മ പുറത്തോട്ട് പോവാണ്. നമ്മുടെ വിനീത് ഈ മുല്ലപ്പൂവൊക്കെ എടുത്തിട്ടാണ് ഓടിയിട്ടുള്ളത്. അങ്ങനെ വിനീത് വീടിൻ്റെ പുറത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇതേ സമയത്ത് കാവേരിയും ശാരദയും കൂടിയിട്ട് ഒരു മുറ്റത്തൊരു ചെടിക്ക് തടമെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും വിനീത് അറിയുന്നില്ല. അങ്ങനെ വിനീത് ഇപ്പോൾ ഈ മുല്ലപ്പൂ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് വിനീത് എന്ത് ചെയ്യും, ആ മുല്ലപ്പൂ എടുത്ത് ചുരുട്ടി എറിയും. ഈ എറിയുന്നത് ഈ ചെടിക്ക് തടമെടുത്തുകൊണ്ടിരിക്കുന്ന ശാരദയുടെയും കാവേരിയുടെയും ദേഹത്താണ് വന്ന് തട്ടുക. പെട്ടെന്ന് അവർ പേടിക്കും. അങ്ങനെ പേടിച്ച് എണീറ്റോട് കൂടിയിട്ടാണ് കാവേരി ഈ മുല്ലപ്പൂ കാണുക. അപ്പോൾ കാവേരി പറയാം, അമ്മയെ പേടിക്കേണ്ട, ഇത് വേറെ ഒന്നുമല്ല, ഇതൊരു മുല്ലപ്പൂവാണ്. അപ്പോൾ ശാരദയ്ക്ക് ഇതിപ്പോൾ എവിടെ നിന്ന് ഇങ്ങനെ മുല്ലപ്പൂ വന്നത്? അപ്പോഴാണ് കാവേരി നമ്മുടെ വിനീതിനെ കാണുന്നത്. അപ്പോൾ കാവേരി പറയും, അത് വല്ല യക്ഷിയും ഇത് കൂടെ പോയിട്ടുണ്ടാവും, അപ്പോൾ യക്ഷി മുല്ലപ്പൂ ഇട്ടതായിരിക്കുമെന്ന്. അപ്പോൾ ശാരദ ചോദിക്കും, അത് യക്ഷി പാലപ്പൂവല്ലേ തലയിൽ ചൂടുക, മുല്ലപ്പൂവല്ലല്ലോ? അതൊക്കെ പണ്ടാണ് അമ്മ, ഇപ്പോൾ ഈ മുല്ലപ്പൂ ചൂടുന്ന യക്ഷികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിനീതിനെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടേക്ക് നമ്മുടെ രാധമ്മ വരും. അപ്പോൾ രാധമ്മ പറയും, രാധമ്മയും ചിരിക്കും ഗംഗയും ചിരിക്കും, കാരണം കയ്യിൽ മുല്ലപ്പൂ കണ്ടപ്പോൾ തന്നെ രാധമ്മയ്ക്കും മനസ്സിലാവും. അപ്പോൾ രാധമ്മ പറയും, ഞാനിന്ന് രാവിലെ അവരുടെ മുറിയിൽ പോയിരുന്നു, അപ്പോൾ മുല്ലപ്പൂ ഉണ്ടായിരുന്നു ബെഡിൽ, അതൊക്കെ അങ്ങനെ ചതഞ്ഞ് കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഗംഗ കുളിച്ച് വരുന്നുണ്ട്. ഗംഗയ്ക്ക് എന്നെ കണ്ടപ്പോൾ ഒരു ചമ്മൽ. അപ്പോൾ ഇവർ സന്തോഷത്തിൽ ചിരിക്കുകയാണ്. ഇവർ യഥാർത്ഥത്തിൽ അവരുടെ ജീവിതം തുടങ്ങിയെന്ന് ആലോചിച്ച് ശാരദയും രാധമ്മയൊക്കെ ചിരിക്കുകയാണ്. അപ്പോൾ ഗംഗ പറയും,
കാവേരി പറയും നിങ്ങൾ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്? ഗംഗ ചേച്ചി ഇന്നലെ കിടന്നുറങ്ങിയത് നീളയുടെ യമുനയുടെ കൂടെയാണ്. ഞാനാണെന്ന് രാവിലെ പോയി വിളിച്ച് എണീപ്പിച്ചത്. നിങ്ങൾ ഓരോന്നും ഊഹിക്കൊന്നും വേണ്ട. പിന്നെ അവരെ കല്യാണം കഴിച്ചു കൊടുത്തതാണ്. ഇനി അവരുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും. നിങ്ങൾ വല്ലാണ്ട് രണ്ടുപേരും കൂടി CID കളിച്ച് നടക്കണ്ട എന്ന് പറഞ്ഞ് കാവേരി അവരോട് പറയണം. അങ്ങനെ പിന്നെ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന വിനീതിനെയും നിളമോളെയും രാധമ്മേനെയൊക്കെയാണ് കാണിക്കുന്നത്. ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ഗംഗയാണ്. അപ്പോൾ നിളയ്ക്ക് ആ ഭക്ഷണമൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല, പച്ചക്കറി ആയതുകൊണ്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പറയാണ് വിനീതേട്ടൻ ഇന്ന് വരുമ്പോൾ ചിക്കനും പൊറോട്ടയും വാങ്ങിക്കൊണ്ടുവരുമോ? ഇവിടുത്തെ ഷെഫുമാരൊന്നും കൊള്ളില്ല, വിനീതേട്ടൻ ചിക്കനും പൊറോട്ടയും വാങ്ങിക്കൊടുക്കുക, അത് നമുക്ക് കഴിക്കാം രാത്രിയിൽ. ഓക്കെ, നിനക്ക് വേണ്ടിയിട്ട് ചിക്കനും പൊറോട്ടയും കൊണ്ടുവരാം. രാധമ്മയ്ക്ക് പിന്നെ ഇഡ്ഡലി വാങ്ങാം. അപ്പോൾ നീള പറയും ഗംഗ ചേച്ചിക്ക് ചിക്കൻ വറുത്തത് ഭയങ്കര ഇഷ്ടമാണ് വിനീതേട്ട, അത് വാങ്ങാൻ മറക്കണ്ട കേട്ടോ. അങ്ങനെ പക്ഷേ അപ്പോഴും നീളക്കുട്ടി ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ വിനീത് ഭക്ഷണം വാരി അവൾക്ക് കൊടുക്കുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ.